നമസ്കാരം. ചൈനയുടെ ആധിപത്യം അവസാനിപ്പിച്ച് അപൂർവ എർത്ത് കാന്തങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്ന് പ്രമുഖ വ്യവസായി മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാനുമായ ആനന്ദ് മഹീന്ദ്ര വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഈ ഘടകങ്ങൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് വലിയ പിന്തുണ നൽകും. ലോകത്തിലെ അപൂർവ എർത്ത് കാന്തങ്ങളുടെ ഉൽപാദനത്തിൽ 90% ചൈനയുടെ കൈകളിലാണ്. ഈ അടുത്ത് ചൈന ഇവിടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു. ഈ വെല്ലുവിളിയെ അവസരമാക്കി മാറ്റാനാണ് ഇന്ത്യയുടെ നീക്കം. ചൈനയുടെ വെല്ലുവിളി ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇന്ത്യക്ക് സ്വന്തമായി അപൂർവ എർത്ത് കാന്തങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇതാണ് ആനന്ദ് മഹീന്ദ്ര വ്യക്തമാക്കിയത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓട്ടോ പാർട്സ് നിർമ്മാതാക്കളായ ഉനോ മിൻഡ തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ പ്രാദേശികമായി അപൂർവ എർത്ത് കാന്തങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും പ്രോത്സാഹനവും ഇതിനുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യക്ക് ലോകത്തിലെ 5ാമത്തെ വലിയ അപൂർവ എർത്ത് ധാതുശേഖരം ഉണ്ടെങ്കിലും അതിന്റെ ഖനനവും സംസ്കരണവും ഇതുവരെ പൂർണ്ണ തോതിലായിരുന്നില്ല. ഈ നീക്കത്തിലൂടെ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ഈ മേഖലയിലെ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനും സാങ്കേതിക വിദ്യയിൽ മുന്നേറാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനും വലിയ ഉത്തേജനം നൽകും. രാജ്യത്തിന്റെ ഇലക്ട്രിക് വാഹന മേഖലയുടെ വളർച്ചയ്ക്ക് ഈ തീരുമാനം നിർണായകമാകും. അതേസമയം അപൂർവ ഭൗമ കാന്തങ്ങൾ എന്നത് അപൂർവ ഭൗമ മൂലകങ്ങളുടെ ലോക സങ്കരണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ശക്തമായ സ്ഥിരമായ കാന്തങ്ങളാണ്. ഇവ മറ്റ് സാധാരണ കാന്തങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായ കാന്തിക ക്ഷേത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. നിയോഡൈമിയം, സമരിസം, ഡിസ്പ്രോസിസം എന്നിവയാണ് അപൂർവ ഭൗമിക കാന്തങ്ങളുടെ നിർമ്മാണത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന അപൂർവ മൂലകങ്ങൾ. ഇലക്ട്രിക് മോട്ടോറുകൾ, പ്രതിരോധ രംഗത്തെ ഉപകരണ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ സുപ്രധാനമാണ് അപൂർവ ഭൗമ കാന്തം. ശക്തിയേറിയ കാന്തിക ക്ഷേത്രം, ചെറിയ അളവിൽ കൂടുതൽ കാന്തിക ശക്തി, ഉയർന്ന കാന്തിക ബലം എന്നിവ അപൂർവ ഭൗമ കാന്തങ്ങളുടെ പ്രത്യേകതകളാണ്. സാധാരണ കാന്തങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായ കാന്തിക ക്ഷേത്രം ഇവ ഉൽപ്പാദിപ്പിക്കുന്നു. ചെറിയ വലിപ്പമേ ഉള്ളുവെങ്കിലും അതിന് ശക്തമായ കാന്തശക്തി ഉണ്ടായിരിക്കും. സാധാരണ കണ്ടുവരുന്ന ഫെറോ മാഗ്നറ്റുകൾക്കും അൽനിക്കോ മാഗ്നറ്റുകൾക്കും ഈ ശേഷിയില്ല. വൈദ്യുത കാറുകൾക്ക് വേണ്ട ഉപകരണങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നു. കാന്തത്തെ ദുർബലപ്പെടുത്തുന്ന ബാഹ്യ ഘടകങ്ങളെ ചെറുക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. ഇതാണ് അപൂർവ ഭൗമ കാന്തങ്ങൾ വൈദ്യുത കാർ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ നിർമ്മിക്കുന്നതിൽ അത്യന്താപേക്ഷിതമാകുന്നത്. ഇപ്പോൾ ലോകത്തിന് ആവശ്യമായ 90% അപൂർവ ഭൗമ കാന്തങ്ങൾ നിർമ്മിക്കുന്നത് ചൈനയാണ്. ഏപ്രിൽ 2025 മുതലാണ് ചൈന ഇവയുടെ കയറ്റുമതി നിർത്തിവെച്ച് ലോകത്തെ വെല്ലുവിളിക്കുന്നത്. യുഎസിനും യൂറോപ്പിനും കുറഞ്ഞ അളവിൽ ഇത് ചൈന നൽകുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് ഇവ ലഭിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ തന്നെ അപൂർവ ഭൗമ കാന്തങ്ങൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നിച്ചു കുഴിച്ചെടുക്കാനാകില്ല. മറ്റു മൂലകങ്ങളുമായി കലർന്നു കിടക്കുന്നതിനാൽ വേർതിരിച്ചെടുക്കാൻ ശ്രമകരമാണ്. ഈയിടെ കേന്ദ്ര വ്യവസായ രംഗത്തെ കമ്പനികളുടെ യോഗത്തിൽ അപൂർവ ഭൗമകാന്തം നിർമ്മിക്കാൻ താൽപര്യമുണ്ടെന്ന് ആനന്ദ് മഹീന്ദ്ര അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഒരു പ്രാദേശിക കമ്പനിയുമായി കൈകോർക്കാമെന്ന തീരുമാനത്തിന്റെ ഭാഗമായി നിർമ്മാണ പങ്കാളിയായി ഉനോ മിൻഡയെ കണ്ടെത്തുകയായിരുന്നു ആനന്ദ് മഹീന്ദ്ര. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.